പീതാംബരനാണ് പള്ളുരുത്തിയിൽ നിന്ന്. ശ്രീ പീതാംബരൻ, താങ്കൾ എങ്ങനെയാണ് കാണുന്നത്? സാധാരണഗതിയിൽ ഏറ്റവും കൂടുതൽ ജനങ്ങളുമായി ബന്ധപ്പെടുന്ന ഒരു വകുപ്പാണ് ആരോഗ്യവകുപ്പ്. ആരോഗ്യവകുപ്പിൻ്റെ പ്രവർത്തനത്തിലെ ചെറിയ വീഴ്ചകൾ പോലും വലിയ വീഴ്ചകളായി ചിത്രീകരിക്കപ്പെടും. പക്ഷേ അങ്ങനെ വീഴ്ചകൾ ചിത്രീകരിക്കപ്പെടുമെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് മുൻകരുതലെടുത്ത് അത് പരിഹരിക്കുന്നതിന് പകരം വീണ്ടും വീണ്ടും വീഴ്ചകൾ വന്നുകൊണ്ടേയിരിക്കുന്നു. അവിടെയെല്ലാം അന്വേഷണം വരുന്നു, അതിനപ്പുറത്തേക്ക് പരിഹാരം ഉണ്ടാവുന്നില്ല. എന്താണ് ഇത് സംഭവിക്കുന്നത്? അത് സംഭവിക്കണമെന്ന് പറഞ്ഞാലേ, എൻ്റെ അഭിപ്രായം പറഞ്ഞാൽ നമ്മൾ ആശുപത്രിയിൽ പോകുന്നത് സാധാരണക്കാരായിട്ടുള്ള ജനങ്ങളാണ്. അതായത് ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ളവരും അതിനുമുള്ളവരും എല്ലാം പലരും പോകാറില്ല. കാരണം എല്ലാം പ്രൈവറ്റിലേക്കാണ് പോകുന്നത്. കാരണം അവിടെ ചെന്നാൽ ഒരുപാട് സൗകര്യങ്ങളുണ്ടെന്നാണ് പറയുന്നത്. പക്ഷെ അവിടെ ചെല്ലുമ്പോഴേ അത് അനുഭവിക്കുകയുള്ളൂ. ഞാനത് അനുഭവിച്ചിട്ടൊരാളാണ്. അപ്പോൾ ലക്ഷക്കണക്കിന് ആളുകൾ വന്ന് ചികിത്സ തേടി പോകുന്നുണ്ട്, സുഖം പ്രാപിക്കുന്നുണ്ട്. ഒരു ഒറ്റപ്പെട്ട സംഭവം ഉണ്ടായാൽ അതിന് പരിഹാരം കാണേണ്ടത് അത്യാവശ്യമാണ്. എന്നാലും ഡോക്ടർമാരെ അവര് ചെയ്യുന്നില്ല എന്ന് പറഞ്ഞാൽ ആശുപത്രി പോകുന്ന ആളുകൾക്കറിയാം അവിടെ നടക്കുന്നത് എന്താണ്. ആ ഡോക്ടർമാരുടെ പാടി ചില സമയത്ത് എന്തോരം ജനമാണ്. അവരത് കഴിഞ്ഞിട്ടേ അവർ പോകാറുള്ളൂ. ഞാൻ ഈ കഴിഞ്ഞ ദിവസം കൂടി അനുഭവിച്ചതാണ്. അപ്പോൾ ഞാൻ പറയുന്നത് അത് രാഷ്ട്രീയമായിട്ട് ചിത്രീകരിച്ചുകൊണ്ട് ഒരു ഭരണമാറ്റത്തിനോ അതിനുകൊണ്ട് എല്ലാം രാജിവെക്കണമെന്ന് പറയുന്നത് ശരിയല്ല. ഇപ്പൊ അവർ ഏതോ ആയിക്കോട്ടെ, വീണ ജോർജ് ഞാൻ ന്യായീകരിക്കുന്നതല്ല. പക്ഷെ ഭരിക്കുന്ന സർക്കാർ ഈ വകുപ്പിനോട് ഒരു താല്പര്യമുള്ളതുകൊണ്ട് ഇപ്പൊ എന്തെല്ലാം സൗകര്യങ്ങളാണ് ഹോസ്പിറ്റലിൽ ഉണ്ടാക്കി വെച്ചേക്കുന്നത്. പഴയ കാലമാണോ? അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. പക്ഷേ സാധാരണക്കാരായിട്ടുള്ള ആളുകൾ മുഴുവൻ ആശ്രയിക്കുന്നത് പീതാംബരൻ, താങ്കൾ പറഞ്ഞത് അത് വലിയൊരർത്ഥത്തിൽ ശരി തന്നെയാണ്, യാതൊരു സംശയമില്ല. സാധാരണക്കാരായ ആളുകൾക്ക് ആശുപത്രിയിൽ ചെന്നാൽ ചികിത്സ കിട്ടും, അവിടെ മരുന്ന് കിട്ടും. അങ്ങനെയുള്ള സംവിധാനങ്ങളെല്ലാം മുൻകാലങ്ങളെക്കാൾ മെച്ചപ്പെട്ട രീതിയിലേക്ക് കേരളത്തിലെ ആരോഗ്യവകുപ്പ് മാറിയിട്ടുണ്ട്. പക്ഷെ അപ്പോഴും ഇതിന്റെ പ്രശ്നം അത് കിട്ടുന്നില്ല എന്നോ അല്ലെങ്കിൽ കേരളത്തിലെ ആരോഗ്യവകുപ്പ് ആകെ മോശമാണെന്നോ ഒന്നും അല്ല. പക്ഷേ ഇതിന്റെ ഈ സിസ്റ്റത്തിൽ മന്ത്രി തന്നെ പറയുന്ന പോലെ സിസ്റ്റത്തിൽ ഉണ്ടാകുന്ന എററുകൾ, ആ എറർ നിരന്തരം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ അതിന് പരിഹാരം ഉണ്ടാക്കാൻ കഴിയുന്നില്ല എന്നിടത്താണ് വീഴ്ച. അല്ല, അത് പരിഹാരം ഉണ്ടാക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു എന്നല്ലേ നമ്മള് നിരന്തരം അന്വേഷണങ്ങളൊക്കെ പ്രഖ്യാപിക്കുന്നുണ്ട്. പക്ഷേ വീഴ്ചകൾ ഉണ്ടാവുന്നു, അവിടെയാണ് പ്രശ്നം. അതെ 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 ഇതിനു മുമ്പും ആശുപത്രികളിൽ ചികിത്സയുണ്ട്, ആളുകൾ മരിച്ചിട്ടുണ്ട്, ആളുകൾക്ക് പിഴ പറ്റിയിട്ടുണ്ട്. അതെല്ലാം ഈ ജാതി അപ്പൊ തന്നെ രാജിവെച്ച് പോകാനാണെങ്കിൽ ഇവിടെ ഡോക്ടർമാരും ഉണ്ടാകില്ല. കാരണം പ്രൈവറ്റിൽ ചെന്ന് നോക്കൂ, എന്തൊരു ആളുകളാണ് മരിച്ചു കൊണ്ടുപോകും നമ്മൾ കാണുന്നതല്ലേ. വ്യക്തമാണ് ശ്രീ. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.